പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളാണ്. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ്, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്.
അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഈശോയെ. അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000-കണക്കിന് മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടറുണ്ട് ഈശോയെ. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വരെ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വലിയ ധ്യാനചിന്തയാണ് മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. അതായത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ കാലത്ത് മറ്റ് അപ്പോസ്തലന്മാർ മറ്റേ ശിഷ്യനും അകത്ത് കടന്ന് കണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. കണ്ട് വിശ്വസിച്ചു. അത് മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞ പത്രോസാണ്. കർത്താവിൻ്റെ ശവക്കല്ലറയിൽ ആദ്യം വന്നത് മേരി മാഗ്ഡലിനാണ്. അവൾ കണ്ട നെറേറ്റീവ് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്ന കണ്ടു. അപ്പോഴേ അവർ ഓടി, ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് വന്നു. അവരോടി. യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗം ഓടി. യോഹന്നാൻ കല്ലറയുടെ വാതിക്കൽ നിന്നു അകത്തേക്ക് നോക്കി കച്ച ചുട്ടു വെച്ചിരിക്കണ കണ്ടു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കണ്ടത്. മറ്റേ ശിഷ്യനും പിന്നാലെ വന്ന പത്രോസും അകത്ത് പ്രവേശിച്ചു, കണ്ട് വിശ്വസിച്ചു. എന്തൊക്കെ കണ്ട് വിശ്വസിച്ചത്? കച്ച ശിരസ്, കർത്താവിൻ്റെ തലപ്പാവ് മൂലക്ക് ചുരുട്ടി വെച്ചിരിക്കണ കണ്ടു. കച്ചോടുകൂടി അല്ലാതെ തിരിക്കച്ച മാറിക്കിടക്കണത് കണ്ടു. ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് ഇവർ കാണുന്നത്. യോഹന്നാൻ 20:1 ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം, മേരി മഗ്ദലിൻ ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരം കാണിക്കാൻ തുടങ്ങി. ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി 2 കാഴ്ചകളായി. ഒന്ന് ശവകുടീരത്തിലേക്ക് വന്നു, ഒന്നാമത്തെ കാഴ്ച കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാഴ്ച ആയി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ
പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി. ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത്. മൂന്നാം കാഴ്ച. രണ്ടാം കാഴ്ച, ആദ്യ കാഴ്ച എന്തായിരുന്നു? കല്ലറ. രണ്ടാം കാഴ്ച എന്താണ്? കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നത്. മൂന്നാം കാഴ്ച എന്താണ്? കുരിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും. നാലാം കാഴ്ച, കച്ച അവിടെ കിടക്കുന്നതും. തലയിൽ കെട്ടിയിരുന്ന തൂവാല. അഞ്ചാം കാഴ്ച, തലയിൽ കെട്ടുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. ഇവർക്കെല്ലാം കണ്ടാണ് വിശ്വസിക്കുന്നത്. 5 കാഴ്ചകളാണ് കാണുന്നത് ഇവര്. എന്തൊക്കെയാണ് കണ്ടത്? കല്ലറയുടെ കല്ല് മാറ്റിയത്, അകത്ത് കച്ച കിടക്കണത്, പിന്നാലെ വന്ന ശിഷ്യൻ അകത്ത് പ്രവേശിച്ച് കച്ച കിടക്കണത് കണ്ടു, കച്ച ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ 5 കാഴ്ചകളുണ്ട്. അപ്പം കാഴ്ചകളും കാണലുകളുമായിട്ട് ആണ് ഈ ഈസ്റ്റർ നെറേറ്റീവ്സ് പുരോഗമിക്കുന്നത്. അതിനുശേഷം പക്ഷേ ഈ 5 കാഴ്ചകൾ കഴിയുമ്പോഴാണ് മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു എന്ന് പറയും. അപ്പോഴ് ഇനി ഇതിൻ്റെ കൂടെയാണ് നമുക്ക് തോമാസ് ശ്ലീഹായോട് ഈശോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാട് വായിക്കേണ്ടത്. എന്താണ്? ഇതുപോലെ കണ്ട് വിശ്വസിക്കണതല്ല വിശ്വാസം. ഇതുപോലെ കണ്ട് വിശ്വസിക്കണതല്ല വിശ്വാസം, കാണാതെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഇപ്പം നമ്മുടെ കുറേ കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊരു അടയാളം കാണത്തില്ല. പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുക തന്നെയല്ല, ദൈവസാന്നിധ്യം അല്പം പോലും അനുഭവിക്കത്തില്ല. എങ്കിലും അപ്പോൾ അവശേഷിക്കുന്നതാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത്. ഒരു നെറേറ്റീവ്സും ആവശ്യമില്ലാതെ, ഒരു വിഷൻ ആവശ്യമില്ലാതെ, കേവലം ദൈവസ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പോൾ ഒരു അടയാളവും ഇല്ല, അനുഭവമില്ല, അതിശയവുമില്ല, ഒന്നുമില്ല. പക്ഷെ ദൈവസ്നേഹമുള്ളവന് എന്താണ്? ആ സ്നേഹം തന്നെ വിശ്വാസത്തെ പ്രവർത്തന നിരതമാക്കിക്കൊള്ളും. ഇതാണ് മരിയൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് മേരി നീഡ്സ് നോ നെറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു പുസ്തകമുണ്ട്. എന്താ? നമുക്ക് അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം. അത് അന്ന് എഴുതിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അമ്മ ഒരു അടയാളം, മേരി നീഡ്സ് നോ നെറേറ്റീവ്സ്. ഈ കർത്താവിൻ്റെ പീഡാനുഭവത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് മാഞ്ഞു പോകുന്ന മറിയം പിന്നെ അമ്മയെ കാണുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അത്രയുള്ള സമയത്ത് നെറേറ്റീവ്സ് ഒന്നും ഇല്ലാതെ അമ്മ വിശ്വസിക്കുന്നു. മേരി മാഗ്ഡലിനേക്കുള്ള അപ്പോസ്തലന്മാരൊക്കെ മുകളിലാണ് അമ്മയുടെ വിശ്വാസം. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഒരടയാളം കാണാത്ത കാലം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത കാലം, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായി വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ. അറിയട്ടെ. എൻ്റെ പേര് ആൽഫിയ. ഞാൻ വരുന്നത് UAE നിന്നാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ UAE പോകുന്നതിന് മുന്നേ ഇവിടെ എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും എനിക്ക് ജോലി കിട്ടാറാണ് പതിവ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് UAE ഞാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് അവിടെയുണ്ട്. ഒരു ടീച്ചറായിട്ട് ജോലിക്ക് കയറാനായിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം
എൻ്റെ കോളേജിലെ വാട്സപ്പിൽ ഉള്ള ഒരു ഗ്രൂപ്പിൽ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ആളുടെ വൈഫിന് ക്യാൻസർ മാറി എന്നുള്ള ഒരു സാക്ഷ്യം ഇവിടെ പറയുന്നത് ഞാൻ കേൾക്കേണ്ടായി. അതുവരെ കൃപാസനം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലെൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. ഞങ്ങളുടെ തൃശ്ശൂർ ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളുണ്ട്. മാത്രമല്ല എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ അവിടെ സർവീസിന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ സർവീസിന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും കയറി നടക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയുണ്ടായിരിക്കും. ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുമ്പോൾ നമ്മളെ അതിൽ പാകപ്പെടുത്തുന്ന തരത്തിലുള്ള വിശ്വാസവും വിജ്ഞാനവും തന്നിട്ടായിരിക്കും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ അധ്യാപകരും നമ്മളെ വളർത്തുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ എല്ലാ ധ്യാന കേന്ദ്രത്തിലും കയറി നടക്കുന്നതിനോട് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. സാറിൻ്റെ ഈ സാക്ഷ്യം, ഇവിടുത്തെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കൃപാസനം വെറും ഒരു തട്ടിപ്പ് കേന്ദ്രമല്ല എന്നെനിക്ക് മനസ്സിലായി. ആ അവസരത്തിൽ തന്നെ ഞങ്ങളുടെ ഇടവക ദേവാലയം വരുന്നത് ഷാർജ സെൻറ്റ് മൈക്കിൾ ചർച്ചായിരുന്നു. അവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു റിട്രീറ്റ് ഉണ്ടായിരുന്നു, ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ ഞങ്ങളും പങ്കെടുക്കുകയുണ്ടായി. അവിടെ അച്ഛൻ അന്നേരം പറഞ്ഞ ഒരു വാചകമാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത്. നമ്മൾ സീരിയസ് ആയിട്ടാണ് ഈ ഉടമ്പടിയെ സമീപിക്കുന്നത് എങ്കിൽ കർത്താവ് നമ്മുടെ വിഷയങ്ങളെ സിൻസിയറായിട്ട് എടുക്കുമെന്നുള്ളത്. അച്ഛൻ പറഞ്ഞ ആ വാക്കിനെ ഒത്തിരി വില മതിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റുമെന്നോ അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. തിരിച്ച് റിട്രീറ്റിന് ശേഷം വീട്ടിൽ വരികയും അതിൻ്റെ പോസിബിലിറ്റിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ഓൺലൈൻ കവനൻറ്റിനുള്ള ഒരു പോസിബിലിറ്റി കണ്ടു. ഞാനൊരു ഓൺലൈൻ കവനൻറ്റ് എടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ആ ഓൺലൈൻ കവനൻറ്റിൽ പറയുന്ന 6 നിബന്ധനകളും അണുവിട തെറ്റാതെ ഞാൻ പാലിച്ചു. കാരണം അച്ഛൻ്റെ വാക്കാണ്, സിൻസിയറായിട്ട് കർത്താവ് എടുക്കും നമ്മൾ ആ നിബന്ധനകൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ എനിക്കൊരു മോളുണ്ട്, ചെറിയ മോളായിരുന്നു. അന്ന് അവൾക്ക് 1.5 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് വിശ്വാസം ഉണ്ടാവാത്ത എൻ്റെ ഹസ്ബൻഡിന് പോലും പതിയെ വിശ്വാസത്തിലോട്ട് വന്നു തുടങ്ങി. എൻ്റെ കൂടെ പ്രാർത്ഥനകൾ കൂടി തുടങ്ങി. അങ്ങനെ ഹസ്ബൻഡിനൊരു പേടിയുണ്ടായിരുന്നു, ഈ കാലാവധി 90 ദിവസമാണല്ലോ, ഈ 90 ദിവസത്തിന് ശേഷം എനിക്ക് ജോലി കിട്ടണമല്ലോ. ഞാൻ ആപ്ലിക്കേഷൻസ് അയച്ചു. അതിന് നമ്പറൊന്നുമില്ല, കണക്കില്ലാത്ത തരത്തിലെ ആപ്ലിക്കേഷൻസ് ഓരോ സ്ഥലത്തേക്ക് അയച്ചു. പക്ഷേ എനിക്ക് ഇവിടെ നിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. 90 ദിവസത്തിന് ശേഷം ഹസ്ബൻഡ് ആകെ പേടിച്ചിരിക്കുക. കാരണം ഞാൻ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് ആൾക്കാകെ പേടിയായിരുന്നു. എന്നോട് പറഞ്ഞു, നീ കരയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷേ 90 ദിവസത്തിന് ശേഷം ഞാൻ കരഞ്ഞില്ല, കൂടുതൽ പ്രാർത്ഥനയിൽ മുന്നേറാണ് ഉണ്ടായത്. എൻ്റെ മകളെ എനിക്കിപ്പോൾ റിട്രീറ്റ് ചൊവ്വാഴ്ചയിലെ ട്യൂസ്ഡേ റിട്രീറ്റൊക്കെ കൂടുന്ന സമയത്ത് ഓൺലൈനായിട്ടാണ് ഞാൻ കൂടുക. ആദ്യമൊക്കെ അവളിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളെയും വെച്ച് ഈ ധ്യാനമൊക്കെ കൂടാനായിട്ട്. പതിയെ ഞാനും അവളെന്നെ ട്രെയിൻ ചെയ്തെടുത്തു. ഇന്ന് ഈ മാതാവിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോള് പറയും കൃപാസന മാതാവ് എന്ന് പറയും. ഹല്ലേലൂയ, അല്ലെങ്കിൽ സ്തുതിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലും എൻ്റെ കൊച്ചിനെ അതൊക്കെ പറയാനായിട്ടും എനിക്ക് അങ്ങനെ ഒരു ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം മാതാവ് എനിക്ക് ഒരുക്കി തന്നു. 4ാമത്തെ മാസം ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 6, 2025 കൃത്യം 4 മാസം തികയുന്നു ഓഗസ്റ്റ് 6. എനിക്ക് ഒരു സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂവിന് കോൾ കിട്ടുന്നു. ഞാൻ ഒരുപാട് പ്രതീക്ഷയിൽ എൻ്റെ വീട്ടിൽ പറയുന്നു, വീട്ടുകാരും ഒത്തിരി പ്രതീക്ഷയിലിരിക്കുന്നു. അതൊരു അമേരിക്കൻ സ്കൂളായിരുന്നു. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ കിട്ടിയില്ല. അന്ന് ഒത്തിരി വിഷമത്തോടെ ഞാൻ പറഞ്ഞു, ഇനി ഇത് തട്ടിപ്പായിരിക്കുമോ ഈ കൃപാസനം എന്നുള്ളത് ഒരു സംശയത്തെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് സംശയം ഹസ്ബൻഡിൻ്റെ മുന്നിൽ പറഞ്ഞില്ല, വീണ്ടും പ്രാർത്ഥനയിൽ മുന്നേറി. കാരണം ഞാൻ അവിടെ സംശയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന എൻ്റെ ഹസ്ബൻഡ് പോലും പിന്നീട് തളർന്നു പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ വാക്കിനെ കൂടുതൽ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയ്ക്ക് പോകും. ഞങ്ങളുടെ ഷാർജയിലുള്ള പള്ളിയിൽ ഞങ്ങൾ കുർബാനയ്ക്ക് പോകും. എല്ലാ ദിവസവും ഞാൻ ആ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് ഞാൻ കർത്താവിനോട് പറയും, എനിക്ക് UAE ഏതെങ്കിലും ഒരു സ്കൂളിൽ അവസാനത്തെ ദിവസമെങ്കിലും എനിക്കൊരു ജോലിക്കായിട്ടുള്ളൊരു സാധ്യത എനിക്ക് തുറന്നു തരണേ എന്ന് പറയും. കാരണം ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോഴൊക്കെ അവസാനത്തെ ദിവസം ഒരുപാട് ഈ 90 ദിവസത്തെ കാലാവധി പൂർത്തിയാവുന്ന അവസാനത്തെ ദിവസം ഒരുപാട് മിറാക്കിൾസ് നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. മാതാവ് തന്നൊരു ജോലിയാണെന്ന് മാതാവ് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് 14 ഉച്ച കഴിഞ്ഞ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അലൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂവിന് തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് കിട്ടിയ പാടെ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്. അപ്പോൾ എന്നോട് HR പറഞ്ഞു, ഓഗസ്റ്റ് 15 ഞങ്ങൾ ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിക്കും, ഓൺലൈനായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്താൽ മതി, ഇത്രയും ദൂരം വരണ്ട എന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. ഞാൻ UAE അറ്റൻഡ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും പ്രയാസമുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. 45 മിനിറ്റ് മാത്രം എൻ്റെ സബ്ജക്റ്റാണ് എന്നോട് പ്രിൻസിപ്പൾ ചോദിച്ചത്. മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ എല്ലാം ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും എനിക്ക് ആ സമയത്ത് ഉത്തരങ്ങളൊക്കെ പറയാനായിട്ട് സാധിച്ചു.
അപ്പോൾ ഹസ്ബൻഡ് പുറത്ത് മോളേനെയും കൂട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്കിത് കിട്ടുന്ന തോന്നണം, നീ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയണ്ടായിരുന്നു എന്ന്. അങ്ങനെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ 10 മിനിറ്റിൻ്റെ അകം വിളിക്കാമെന്ന് പറഞ്ഞു. 10 മിനിറ്റിൻ്റെ അകം എൻ്റെ ഫോണിലേക്ക് കോൾ വന്നു ഒരു ഡെമോ ക്ലാസ് എടുക്കാനായിട്ട്. പക്ഷേ ഡെമോ ക്ലാസ് എന്നെ കൊണ്ട് എടുപ്പിച്ചില്ല, ജസ്റ്റ് എൻ്റെ പ്രസൻറ്റേഷൻ മാത്രമേ സാറ് നോക്കിയുള്ളൂ. ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളിലേക്ക് മാതാവ് എനിക്ക് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചു. ഇന്ന് ആ ജോലിയിലാണ് ഞാൻ മുന്നേറിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ജോലി കിട്ടിയോണ്ട് തീർന്നില്ല. ദിവസം ഞാനിങ്ങനെ പേടിച്ചാണ് ഇരിക്കുന്നത്. ഒരു നൂലിൽ കൂടെയാണ് ഞാനിങ്ങനെ ആ സ്കൂളിലോട്ട് ഓരോ ദിവസം കടന്നു ചെല്ലുമ്പോഴും നമ്മളെങ്ങനെ ഒരു നൂലിൽ കൂടെ നടക്കുക, അത്രത്തോളം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ മാതാവ് തന്ന ജോലിയാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാതാവ് എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും മാതാവ് പറയും, ഞാൻ തന്ന ജോലി അത് ഞാൻ തന്നെയാണ് നിനക്ക് തന്നത്, അതുകൊണ്ട് ഈ ജോലിക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന്. ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ ജോലിക്ക് ഒരു കോട്ടവും പറ്റിയിട്ടില്ല. ഒത്തിരി നന്ദി കൃപാസനം മാതാവിനും എൻ്റെ ഉണ്ണീശോയ്ക്കും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 2, 21, 22 തിരുവചനങ്ങൾ. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക, കർത്താവ് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട, മേച്ചിൽപ്പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു, വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു, അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു പുഷ്പീകരണത്തെക്കുറിച്ചാണ് ജോയൽ പ്രവാചകൻ ഇപ്പോൾ പറയുന്നത്. ആൽഫിയ പറയുകയുണ്ടായി, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ വളരെ കൃത്യമായി ആത്മാർത്ഥമായി അത് പാലിച്ചിരുന്നുവെന്ന്. യോസഫച്ചൻ നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഉടമ്പടി പെട്ടെന്ന് കത്തിപ്പിടിക്കണമെങ്കിൽ, പെട്രോൾ കത്തുന്ന പോലെ കത്തിപ്പിടിക്കണമെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥന മതി, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന ഒരൊറ്റ വരി പ്രാർത്ഥന മതി. പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് അധികം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആത്മാർത്ഥതയും അനുതാപവും ക്ഷമിക്കലും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും എല്ലാമാണ്. ആൽഫിയ അതെല്ലാം കൃത്യമായി പാലിച്ച് ഈശോയ്ക്ക് എന്നെ ആവശ്യമുണ്ട്, എനിക്ക് ഈശോയെ ആവശ്യമുണ്ട് എന്നുള്ളൊരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒരു വലിയ പ്രിൻസിപ്പിൾ ഇവരുടെ ജീവിതത്തിൽ പാലിക്കുകയുണ്ടായി, ഇവരുടെ ജീവിതത്തിൽ പ്രകടമാവുകയുണ്ടായി. ആൽഫിയയ്ക്ക് നിമിഷ നേരം കൊണ്ട് ഒരു ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളിൽ പെട്ടെന്ന് കിട്ടിയ ഒരു വലിയ ജോലിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മോട് സാക്ഷ്യത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. ആൽഫിയയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിനും എല്ലാ ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 100,000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി ജെയ്സൺ. ഞാൻ മലയാറ്റൂരിനടുത്ത് നടുവട്ടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് കടന്നു വന്നത് ഒരു ടൂറ് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കടന്നു വന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വെറുതെ ഇവിടെ ഓരോരുത്തർ പറയുന്നത് കേട്ടപ്പോൾ എന്താ നടക്കണതെന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ വന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഉടമ്പടി എടുത്ത് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകൻ വന്നായിരുന്നു, അവനും ഉടമ്പടി എടുത്ത് പോയി. അവരൊക്കെ ഉടമ്പടി എടുത്തത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇതെൻ്റെ ഭർത്താവ് ജെയ്സൺ, ഇത് എൻ്റെ മകൾ റോസ്മേരി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ രണ്ടാമത്തെ മകൻ സെമിനാരിയിൽ പഠിക്കണേ, അപ്പോൾ അവൻ പറയും അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ ഒക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവനെപ്പോഴും പറയായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകും, അങ്ങനെ ചെയ്യുന്ന മക്കളായിരുന്നു. പക്ഷേ ഒത്തിരി നാളായിട്ട് നമ്മുടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് താമസം വരുമ്പോൾ പ്രാർത്ഥനയിൽ കുറേ അകന്നു പോയി തുടങ്ങി. കുർബാന ഡെയിലി പോയിക്കൊണ്ടിരുന്നതൊക്കെ ഞായറാഴ്ച മാത്രമായിട്ട് അങ്ങനെ ചുരുങ്ങിപ്പോയി. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഓരോ ഇതുങ്ങൾ വന്നുകൊണ്ടിരിക്കണത്. എൻ്റെ മകളാണെങ്കിൽ ജർമ്മനിക്ക് പോകാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അതൊന്നും നടക്കണില്ല. അപ്പോൾ അങ്ങനെ കുറേ തടസ്സങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഉടമ്പടി എടുക്കാൻ വന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് എന്നോട് പറയുന്നുണ്ട്, നീ പോയി ഒരു ഉടമ്പടി എടുക്കുക. പിന്നെ ഞാനൊരു കിഡ്നിയിലൊരു കംപ്ലൈൻ്റ് ഉള്ളൊരു വ്യക്തി കൂടിയാണ്. ക്രിയാറ്റിൻ്റെ ലെവൽ കൂടി വരുന്ന ഒരവസ്ഥയുണ്ട് എനിക്ക്. അതൊരു 5 വർഷത്തോളമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നീ പോയി ഒരു ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ ഞാനതിനൊന്നും കൂട്ടാക്കാറില്ല. ഞാൻ വിചാരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ തന്നെ വിചാരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ ഉടമ്പടി ഞാൻ എടുത്തു. ഉടമ്പടിയിൽ എൻ്റേതായിട്ടുള്ള ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റേതായിട്ടുള്ള രോഗത്തിൻ്റെ വിവരം അങ്ങനെയൊന്നും ഞാൻ വെച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തുടങ്ങിയതിൻ്റെ ഭാഗം അത് ഫസ്റ്റ് തന്നെ തുടങ്ങിയത് എനിക്ക് ഈ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം, കുർബാനയ്ക്കൊക്കെ മുടങ്ങാണ്ട് പോകാൻ പറ്റണം, ആ ഒരു ഇതിനകത്ത് വളർന്നു വരാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് ഫസ്റ്റ് വന്നത്. പിന്നീടാണ് ഫസ്റ്റ് ഞാൻ നിയോഗം വെച്ചത്, പിന്നീടാണ് ഞാൻ എൻ്റെ ഭൗതിക കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചോളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഉടമ്പടി 90 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു, എല്ലാവരും നല്ല ഇതായിട്ട് സാധിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉടമ്പടിയിൽ വെക്കാത്ത ഒത്തിരി കാര്യങ്ങളാണ് നടന്നു കിട്ടിയത്. എൻ്റെ ഭർത്താവിന് കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അലർജിയുടെ അസുഖം അത് മാറിക്കിട്ടി, അതെൻ്റെ ഭർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്.
എനിക്ക് 30 വർഷമായിട്ട് തുമ്മലിൻ്റെ ഒരു അലർജിയാണ്. അപ്പം നമുക്ക് വെളുപ്പിന് തന്നെ കുർബാനയ്ക്ക് പോകാനായിട്ട് തടസ്സമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആളാണ് കുർബാനയ്ക്ക്. അപ്പം ഞാൻ ഈ തുമ്മൽ കാരണം മറ്റുള്ളവർക്കൊരു അസ്വസ്ഥത വരണ്ടല്ലോ എന്ന് വിചാരിച്ച്, ദൈവമേ ഞാൻ ഏറ്റവും ബാക്കിലേക്ക് വന്ന് അവിടെ കുർബാനയൊക്കെ കൂടി ഇവൾ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഭയങ്കര മാറ്റം. തുമ്മലൊന്നും മഞ്ഞില്ല. കാലത്ത് തന്നെ വെളുപ്പിന് തന്നെ ഇവളെന്നെ 5 മണിക്ക് എനിക്ക് വിളിച്ചെണീപ്പിക്കും. ഞാൻ കുളിക്കും, എന്നിട്ട് പള്ളിയിൽ പോകും. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു തുമ്മലും വരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഇത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആളാണ്. അപ്പം വീണ്ടും എനിക്ക് ഫ്രണ്ടിലേക്ക് പോകണമെന്ന്. അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആദ്യത്തെ ഇതിനകത്ത് തന്നെ പോയി നിന്നു. അപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചു, അവിടെ വന്ന ചേട്ടൻ ചോദിച്ചു, നീ ഏറ്റവും ബാക്കിൽ നിന്നവൻ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ കയറി നിൽക്കാണല്ലോ, അതെന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ്, കൃപാസന മാതാവ് ഒരു അനുഗ്രഹം തന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ തുമ്മൽ മാറി കിട്ടി. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ പഴയ സ്ഥാനത്തേക്ക് എന്നെ വന്നേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. കാലത്ത് തന്നെ ഇവളാണ് എനിക്ക് പ്രാർത്ഥിക്കുന്നത് 5 മണിക്ക്. എനിക്കും അപ്പോൾ തന്നെ ആ പ്രാർത്ഥനയിൽ ചെറുതായിട്ട് ഞാൻ കൂടും, എന്നിട്ട് നേരെ പള്ളിയിൽ പോകും. അപ്പം അങ്ങനെ ഒരു ദൈവാനുഗ്രഹം മാതാവ് വഴി എനിക്ക് ലഭിച്ചു. എൻ്റെ ഭർത്താവിന് ലഭിച്ച അനുഗ്രഹത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഞങ്ങൾ ഇതിനകത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ഈ ദൈവാനുഗ്രഹം എല്ലാം കിട്ടിയത്. അപ്പോൾ അതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 100,000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യം നടന്നത്, ഒരു 18 വർഷത്തോളമായിട്ട് ഞങ്ങളുടെ തൊട്ട് മുറ്റത്ത് തന്നെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ഒന്ന് മാറ്റിയിടണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും പല കാരണങ്ങളാൽ നടന്നിരുന്നില്ല. അത് പെട്ടെന്ന് തന്നെ മാറ്റിയിടാൻ, ആ ആഴ്ചയിൽ തന്നെ അത് മാറ്റിയിടാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ അതിര് കെട്ടി തിരിച്ചിക്കണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഒത്തിരി വർഷങ്ങളായി ഞങ്ങളുടെ അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, എപ്പോഴും പാമ്പിൻ്റെയൊക്കെ ശല്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആ അതിര് തിരിച്ച് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് ഞാൻ ഉടമ്പടി എടുക്കണേൽ ഒരാഴ്ച മുമ്പേ തുടങ്ങി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എങ്ങനെയൊക്കെയോ വന്ന് അത് എത്രയും പെട്ടെന്ന് തന്നെ കെട്ടി തീർക്കാൻ സാധിച്ചു. പിന്നെ 3 വർഷത്തോളമായിട്ട് മകൾ ജർമ്മനിക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച്, അവൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അത് നടക്കണമെന്ന്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, ഓരോ കാര്യങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ നടന്നപ്പോൾ 90 ദിവസത്തിനല്ല ഞങ്ങൾക്കിത് സാധിച്ചു കിട്ടും, ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ തന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇടയാകും എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലാഗ്രഹിച്ചു, ഇവിടെ എന്ന് പോകുന്നു അന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് അവളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ ഇനി അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അവൾക്ക് ഇൻ്റർവ്യൂവിന് അവൾ അറ്റൻഡ് ചെയ്യപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെല്ലാവരും എൻ്റെ മകൾ തന്നെ പറയും. എൻ്റെ പേര് റോസ്മേരി ജെയ്സൺ. ഞാൻ ആദ്യമേ തന്നെ ഇവിടെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ അവസരം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 3 വർഷമായിട്ട് ജർമ്മൻ പഠിക്കുകയാണ്, ജർമ്മനിയിൽ നേഴ്സിങ്ങിന് പോകാനായിട്ട്. പക്ഷെ ഒന്നും അങ്ങോട്ടേക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഇൻടേക്ക് എനിക്ക് മിസ്സായി. കാരണം VFSൻ്റെ ഡേറ്റൊക്കെ എടുത്തതായിരുന്നു, പക്ഷേ എനിക്ക് കോൺട്രാക്റ്റ് ഒന്നും വന്നില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കഴിഞ്ഞ ഇൻടേക്ക് മിസ്സായി. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം എൻ്റെ കൂടെയുള്ള മിക്കവരും തന്നെ ജർമ്മനിയിലേക്ക് കയറിപ്പോയി. പക്ഷേ എന്നിട്ട് ഞാനിവിടെ തന്നെയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി ഇങ്ങനെ, നിനക്ക് ഉടമ്പടി എടുക്കാറുന്നില്ലേ, കൃപാസനത്തിൽ പോകാറുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്കങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ മതിയെന്നുണ്ടോ, എവിടെയായാലും പ്രാർത്ഥിച്ചാൽ പോരെ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അമ്മച്ചി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മച്ചിയുടെ ഒപ്പം ജസ്റ്റ് ഞാൻ വന്നതാണ്. അന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ല, അമ്മച്ചി എടുത്തു. പക്ഷേ അമ്മച്ചിയുടെ ഉടമ്പടിക്ക് ശേഷം ഞാൻ അമ്മച്ചിയോടൊപ്പം പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ബൈബിൾ വായിക്കുകയും എനിക്ക് കുറേ ആത്മീയതയിലേക്ക് വളരാൻ പറ്റി. എനിക്ക് കുറേ പ്രാർത്ഥിക്കാൻ പറ്റി, എനിക്ക് കുറേ ബൈബിൾ വായിക്കാൻ പറ്റി. അങ്ങനെ എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നു. പിന്നെ എനിക്ക് മോക്ക് ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ അമ്മച്ചി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും എൻ്റെ തലയിൽ തൈലം പൂശുകയും തേൻ നാവിലൊഴിച്ച് തരുകയും അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പാടായിരുന്നു. മോക്ക് ഇൻ്റർവ്യൂവിൽ നിന്നൊന്നും ഭയങ്കര പാടായിരുന്നു. ഞാൻ പൊട്ടുമെന്ന് തന്നെ വിചാരിച്ചായിരുന്നേ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ, ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഇനിയും തോറ്റ് കഴിഞ്ഞാൽ ഇനി ഈ ഇൻടേക്ക് മിസ്സാവും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കുറേ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അത്ഭുതം എന്ന് പറയാം, എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. അത് എനിക്ക് ഈ മെയിൻ ഇൻ്റർവ്യൂ അവർ ഷെഡ്യൂൾ ചെയ്ത് തന്നു. മെയിൻ ഇൻ്റർവ്യൂവിൽ ഞാൻ വീണ്ടും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അപ്പോൾ എനിക്കൊരു ഉറപ്പ് വന്നു. കൃപാസന മാതാവിന് നല്ല ശക്തി ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി.
അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ മെയിൻ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. മെയിൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവ് വേണം എന്നിലൂടെ സംസാരിക്കാൻ. കാരണം എനിക്കൊന്നും അറിയില്ല. എന്നെ മോക്ക് ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചത് മാതാവ്. കാരണം എനിക്കൊരു മെറിറ്റില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈശോൻ്റെ അനുഗ്രഹം തന്നെയാണ്. കാരണം ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ഞാനായിരിക്കില്ല സംസാരിച്ചത്, മാതാവാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കണത്. കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ അത് ചെയ്യിച്ചത്. അപ്പോൾ എന്നെ മോക്ക് ഇൻ്റർവ്യൂവിൽ ചെയ്യിപ്പിച്ച മാതാവ് മെയിൻ ഇൻ്റർവ്യൂവിൽ ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മെയിൻ ഇൻ്റർവ്യൂവിൽ മാതാവിനോട് പറഞ്ഞായിരുന്നു, എന്നിലൂടെ മാതാവ് വേണം സംസാരിക്കാൻ. എന്നോട് ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചാൽ മതി, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കണമെന്ന്. അങ്ങനെ എന്നെ കറക്റ്റ് അവർ അങ്ങനെ തന്നെ എന്നോട് ചോദിച്ചേ. ആകെ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ, എന്നോട് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചോളൂ. അങ്ങനെ അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി. അവരെന്നോട് പറഞ്ഞു ജർമ്മനൊക്കെ നല്ലതാണ്. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്തായാലും ചെയ്യിക്കും. എനിക്ക് മാതാവിൽ നല്ല വിശ്വാസം വന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി, ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെ വിസയ്ക്ക് വെച്ചപ്പോൾ എനിക്ക് കുറേ തടസ്സങ്ങൾ വന്നു. ഇവിടെ ഞാൻ പോണ അന്ന് അമ്മച്ചി ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ എൻ്റെ ഒന്നും അങ്ങോട്ടേക്ക് ശരിയാവണ്ടായിരുന്നില്ല. വിസയ്ക്ക് വെച്ചപ്പോഴും എൻ്റെ ആദ്യത്തെ വിസ VFS ഡേറ്റ് എടുത്തിട്ട് അന്ന് എൻ്റെ കോൺട്രാക്റ്റ് വന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് വിസ വയ്ക്കായിരുന്നു. അത് ജനുവരി 8-ാം തീയതിയാണ് വിസ വെച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതി അവിടെ ജോയിനിങ് ഡേറ്റ് കോൺട്രാക്റ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് വിസ വരുമെന്ന് എനിക്കറിയില്ല. കാരണം ആകെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇങ്ങനെ അവരുടെ ഇൻടേക്ക് മാറ്റി വെച്ചു, ആകെ കുറച്ച് സമയമുള്ളതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഇനി അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ ഒപ്പം കഴിഞ്ഞ ആഴ്ച 22-ാം തീയതി ജനുവരി വന്നിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മെയിൽ വന്നു, ഇത് അപ്രൂവായി, മെയിൽ അവിടെ നിന്ന് ഡിസ്പാച്ചായി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇത് വന്നു. ഇന്നലെ ഉച്ചയോട് കൂടി എനിക്ക് വിസ കയ്യിൽ കിട്ടി. ഇന്നലെ തന്നെ ടിക്കറ്റ് എടുത്തു. നാളെ ഞാൻ രാവിലെ പോവാണ് ജർമ്മനിക്ക്. 7:50-ൻ്റെ ഫ്ലൈറ്റാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആദ്യത്തെ മെയിൻ ഇൻ്റർവ്യൂ ഒരു ദിവസമായിരുന്നു. അന്ന് എനിക്ക് ആ മെയിൻ ഇൻ്റർവ്യൂ നടന്നില്ല. അന്ന് ഞാൻ വിചാരിച്ചു ആ മെയിൻ ഇൻ്റർവ്യൂ എന്തിനായിരിക്കും മാറ്റി വെച്ചാൽ അതങ്ങോട്ട് നടന്നു പോയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനമായിട്ടിരിക്കായിരുന്നു. പക്ഷേ പിന്നെയാണ് മനസ്സിലായി അത് എന്തിനാണ് മാറ്റി വെച്ചതെന്ന്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു മരണം നടന്ന കാരണം അവിടെ മൊത്തം ഒച്ചപ്പാടും ഇതൊക്കെയായിരുന്നു, ഭയങ്കര ഒച്ചയൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഏജൻസിയിൽ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നേ. അപ്പോൾ ഞാൻ സാധാരണ വീട്ടിലിരുന്നാണ് അറ്റൻഡ് ചെയ്യണേ. വീട്ടിലിരിക്കുമ്പോൾ ആ ഒരു സമാധാനവും ആ ഒരു കംഫർട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാൻ ഏജൻസിയിൽ പോയിട്ടിരുന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് അവരുടെ ജർമ്മനിയിൽ അവിടുത്തെ ആ ഇൻ്റർവ്യൂ അവിടെ മാറ്റി വെച്ചു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഏജൻസിയിലിരുന്ന് അറ്റൻഡ് ചെയ്തു. പക്ഷെ അവൾക്ക് ഭയങ്കര പാടായിരുന്നു. കാരണം അവളോട് ആ ഏജൻസിയിലിരുന്നപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളുടെ ഇതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ എന്നോട് എങ്ങാനും ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പൊട്ടിയേനെ. എനിക്ക് അത് ജയിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കണേ മാതാവാണ് എന്നെ ആ ഇൻ്റർവ്യൂ വേറൊരു ദിവസത്തേക്ക് ആക്കുകയും എനിക്കത് ജയിക്കാൻ പറ്റിയത് മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്, ഈശോനെ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അമ്മച്ചി എനിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 1-1 എന്ന് പറയുന്ന സംഖ്യ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എന്നോട് അമ്മച്ചി പറഞ്ഞു, എന്താണോ റോസ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 1-1 എന്ന് പറയുന്ന സംഖ്യ വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരാൾ ജയിക്കുമെന്നോ അല്ലെങ്കിൽ 1-ാം തീയതി ആണ് ഇൻ്റർവ്യൂന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചായിരുന്നേ. പക്ഷേ പിന്നെ മനസ്സിലായി എൻ്റെ കോൺട്രാക്റ്റിൽ അവിടെ ജോയിനിങ് ഡേറ്റ് തന്നേക്കുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. അപ്പോൾ അതങ്ങനെ മനസ്സിലായി. പിന്നെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 23 എന്ന് പറയുന്ന ഒരു സംഖ്യ അമ്മച്ചിയുടെ മനസ്സിൽ വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ജനുവരി 23-ാം തീയതി എനിക്ക് വിസ വരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്നു. പക്ഷെ അന്ന് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിക്കാം അമ്മച്ചി ഇന്നലെയും കൂടി എന്നോട് ചോദിച്ചോളൂ അതെന്തായിരിക്കും റോസ് ഈ 23-ാം തീയതി എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ എന്തിനായിരിക്കും മാതാവ് എനിക്കങ്ങനെ കാണിച്ചു തന്നേന്ന്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വിസ വെച്ചപ്പോൾ തൊട്ട് ഇന്നലെ വരെയുള്ള ഡേറ്റ് ഞാൻ എണ്ണി നോക്കിയപ്പോഴാണ് കറക്റ്റ് 23-ാമത്തെ ദിവസം. കാരണം ഞാൻ ജനുവരി 8-ാം തീയതി വെച്ചു, എനിക്ക് വിസ ഇന്നലെ ഉച്ചയ്ക്ക് കിട്ടി. കറക്റ്റ് 23 ദിവസമായപ്പോൾ എനിക്ക് വിസ കയ്യിൽ കിട്ടി. അത് മാതാവിൻ്റെ വലിയൊരു വെളിപ്പെടുത്തലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളിവിടെ 7-ാം തീയതി ഡിസംബർ 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം വന്ന് ഇവിടെ പാസ്പോർട്ട് വെച്ച് മാതാവിൻ്റെ രൂപത്തും വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ഒരു 5 മണിക്കൂറോടെ ഞങ്ങൾ നിന്നായിരുന്നു. അതും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി. ഒരുപാട് നന്ദിയുണ്ട്. ഈ അനുഗ്രഹമൊക്കെ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു.
പിന്നെ ഒരു കാര്യം കൂടി, അവൾക്ക് ഫെബ്രുവരി 1-ാം തീയതിയാണ് അവിടെ കയറണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 1-ാം തീയതി അവിടെ ചെല്ലണം, 3-ാം തീയതി ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ 2 ദിവസം കൂടി ഞങ്ങൾക്ക് നീട്ടി കിട്ടി. അതുകൊണ്ടാണ് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് പോയിട്ട് അവിടെ ചെന്ന് കയറാനായിട്ടുള്ള സൗകര്യം അത് മാതാവ് നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 100,000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് ചെയ്യണത്, ഞാൻ ഉടമ്പടി എടുത്ത് എല്ലാ മാസവും തന്നെ ഇവിടെ വന്നതെന്ന് തന്നെ പറയാം. 3 മാസം ഇവിടെ വന്നു. ഇതിൻ്റെ പത്രിക ഇത് മേടിച്ചുകൊണ്ട് പോകും, കൃപാസന പത്രം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ടാണ്, ഭർത്താവാണ് പത്രം കൊടുക്കുന്നത്, ഞങ്ങൾ തന്നെ ഒരുമിച്ചാണ് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഭർത്താവ് എല്ലാ പത്രവും കൊണ്ട് കൊടുക്കും. പിന്നെ ഉടമ്പടി പുതുക്കി ഇപ്പോൾ കിട്ടിയ പത്രം കൊടുത്ത് തീർന്നിടതേ ഉള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉടമ്പടി പുതുക്കിയത്. പിന്നെ 2-3 കൂടി അതിനകത്ത് ബാക്കിയുള്ളൂ, അത് കൊടുക്കണം. പിന്നെ ഞങ്ങളവിടെ ചോദിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് കഴിയണ സഹായങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണപ്പൊതി ഒരു പ്രാവശ്യം അങ്ങനെ കൊണ്ടു കൊടുത്തു. പിന്നെ അവിടെ അടുത്ത് ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേര് താമസിക്കുന്നുണ്ട്, സിസ്റ്റേഴ്സ് നടത്തണേ. അവിടെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം ഭക്ഷണം കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ ഡെയിലി അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂട്ടാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വലിയ സ്പീക്കറൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് അവിടെ സാക്ഷ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ ചൊവ്വാഴ്ചയിൽ ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം മുടങ്ങാണ്ട് ഞങ്ങൾ കൂടുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് 100,000 നന്ദി. ഞങ്ങൾക്ക് മാധ്യസ്ഥം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് 100,000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതമായിട്ട് ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകാനൊക്കെയിട്ടൊക്കെ അങ്ങനെ ഇത് മടിയായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകണു. പിന്നെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്, കൊന്ത ചെല്ലാനും അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട്. അങ്ങനെ നിത്യാരാധനയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റണു. അങ്ങനെ ഒരുപാട് ആത്മീയമായിട്ട് ഞങ്ങളെ ഈശോ വളർത്തി. അതിനും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 100,000 നന്ദി പറയുന്നു. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ട് ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63, 7-8 വചനങ്ങളാണ്. ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. സുരക്ഷയുടെ ഉറപ്പിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ സ്നേഹം, നമ്മുടെ ദൈവാനുഗ്രഹങ്ങളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വരുമ്പോഴൊക്കെ എത്രമാത്രം ജീവിതത്തിലുണ്ടായാലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളും മാറി നല്ലൊരു വഴി കാണിച്ചു തരികയാണ് ഈശോയും അമ്മയും കൂടെ. ആ ചെറിയൻ കീഴിൽ നമുക്ക് ആനന്ദിക്കാനുള്ള ഒരു വഴി ഒരുക്കി തരികയാണ് ഈശോയും അമ്മയും ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ. ദൈവത്തോടുള്ള ഉറച്ച ബന്ധമാണ് നമ്മളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ സ്നേഹമുള്ള സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ഉടമ്പടിയിലുള്ള വിശ്വസ്തത. ചിറകിൻ്റെ കീഴിൽ അമ്മ തൻ്റെ മക്കളെ തൻ്റെ മാധുര്യമുള്ള സാന്നിധ്യത്തിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ആ ചിറകിൻ കീഴിലാണ് നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ അരികിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എന്തു വന്നാലും ഭയമില്ലാതെ ഈശോയിലും അമ്മയുടെയും കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ കൂടെയാണ് ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുന്നത്. മാതാവിനോട് ദൈവത്തോടുള്ള സ്നേഹവും പോലെയാണ് ഈശോയെ നമ്മളെ ചേർത്ത് വയ്ക്കുന്ന ഈശോ നമ്മളെ ചേർത്ത് വയ്ക്കുന്നു. അമ്മ നമ്മളെ ഈശോയോട് ചേർത്ത് വയ്ക്കുന്നു. ജീവിത ഭാരങ്ങളിൽ തളരുമ്പോൾ നമ്മുടെ വിശ്വാസം കൈവിടാതെ ഭക്തിയോടെ സ്നേഹത്തോടെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് ആ ചിറകിൻ കീഴിൽ നമുക്ക് ആനന്ദം കണ്ടെത്താം. ഈശോയുടെയും അമ്മയുടെ സ്നേഹം അടുത്തറിഞ്ഞ ഒരു നല്ലൊരു സാക്ഷ്യമാണ് ഈ മക്കളിപ്പോൾ നമ്മൾ ഷെയർ ചെയ്തത്. ഷിജി ജെയ്സനും കുടുംബവും. ഒരു കാര്യം പ്രത്യേകമായി ഈ മകൾ പറഞ്ഞത് നമ്മളെ ഒത്തിരി ആകർഷിക്കുന്നതാണ്. ഏറ്റവും ആദ്യം നിയോഗമായി വെച്ചത് സ്വന്തം കാര്യങ്ങളല്ല, മറിച്ച് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനും നല്ലൊരു ഉടമ്പടി ജീവിതം നയിക്കുവാനുമുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ മകൾ ആദ്യമായിട്ട് ഉടമ്പടിയിലുള്ള ആദ്യം നിയോഗം വെച്ചത്. മറ്റ് ഭൗതിക കാര്യങ്ങൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും ആദ്യമായി വെച്ചത് ഈ വരുന്ന 90 ദിവസത്തെ ഉടമ്പടി ജീവിതം ഭക്തിയോടെ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള നിയോഗമാണ് ഈ മകൾ ഉടമ്പടിയിൽ വെച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നതും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ ഉറച്ചു നിൽക്കുന്ന ആ ആഗ്രഹം ആഗ്രഹിച്ചപ്പോൾ തന്നെ ഈശോയും അമ്മയും ഇവരുടെ കൂടെ അങ്ങ് കടന്നു ചെല്ലുന്നതായിട്ടാണ്. 30 വർഷത്തോളം തുമ്മലുണ്ടായിരുന്ന അലർജി എത്രയും പെട്ടെന്ന് ഉടമ്പടി എടുത്ത ഉടനടിയാണ് ഈശോയും അമ്മയും ആ രോഗസൗഖ്യം കൊടുത്തത്. പിന്നെ മുറ്റത്തുണ്ടായിരുന്ന ഒരു പോസ്റ്റ് 18 വർഷത്തോളം വളരെ ബുദ്ധിമുട്ടി അതൊന്ന് മാറ്റുവാൻ ഉടമ്പടി എടുത്തതിന് ശേഷം
ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു, ഉപ്പ് ഉപയോഗിച്ചു, പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. അതിനുശേഷം ആ മുറ്റത്തുണ്ടായിരുന്ന പോസ്റ്റ് ഒന്ന് മാറ്റുവാൻ സാധിച്ചു. 3 വർഷമായിട്ട് മകൾ ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിച്ചു. ഉടമ്പടിയിൽ വെച്ച് നിയോഗമായി സമർപ്പിച്ചു. പിന്നീട് മകൾ തന്നെ വന്ന് പ്രാർത്ഥിച്ചു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ പറഞ്ഞത്. എൻ്റെ മെറിറ്റിലല്ല, ഈശോയുടെയും അമ്മയുടെയും കൃപ കൊണ്ടാണ് എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് സാധിച്ചത്. ഉടമ്പടി ജീവിതം നയിച്ച ഉടനെ, ഉടമ്പടി എടുത്ത ഉടനെയാണ് ഈ മകൾക്ക് ആ ലാസ്റ്റ് മെയിൽ വന്നത്. അമ്മയുടെ കൃപയാണ് എന്ന് എപ്പോഴും ഈ മകൾ പറഞ്ഞു. പിന്നീടാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ ഡേറ്റും സമയവും കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തരും. ഏതെങ്കിലും രീതിയിൽ ഈ മകൾ പ്രാർത്ഥിച്ചപ്പോഴും 1, 23 ഇങ്ങനെ ഓരോ നമ്പറുകൾ കാണിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഘടികാരം നെഞ്ചിലേന്തിയാണ് ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സമയങ്ങളും ഡേറ്റുകളും ഒക്കെ കാണിച്ചു തരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവ് ഈ മകൾക്കുണ്ടായി. 1 കാണിച്ചു. ഫെബ്രുവരി 1 തീയതിയാണ് ഈ മകൾ പോകുന്നത്. 23 ദിവസമാണ് വിസ ലഭിച്ചതും. അത് അടുത്തറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അനുഗ്രഹമാണ് ഈ മകൾക്ക് കൊടുത്തത്. പിന്നെ പ്രത്യേകം ഒരു കാര്യം, ഈ കുടുംബം ഒന്നിച്ചു നിന്നാണ് ഉടമ്പടി ജീവിതം നയിക്കുന്നത്. മക്കളും അച്ഛനും അമ്മയും എല്ലാവരും ഒന്നിച്ച് കുടുംബത്തോടെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെല്ലുന്നത്. അവിടെ ഒരു നല്ലൊരു വിശ്വാസ കൈമാറ്റമുണ്ട്. വിശ്വാസം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക മാത്രമല്ല, സ്വന്തം കുടുംബത്തിലാണ് ആദ്യം പങ്കുവെക്കുന്നത്, എന്നിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. കുടുംബം മുഴുവനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ്. ഈശോയുടെ അമ്മയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണ്. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഇവരുടെ ശ്രമം എല്ലാം ദൈവം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഈ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഈശോ ഓരോന്നോരോന്നായി കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈശോയുടെയും അമ്മയുടെയും ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കാം. ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വസ്തയോടെ നമുക്ക് നയിക്കാം. ഷിജി ജെയ്സനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവനും ഈശോയ്ക്കും 1000 നന്ദി. ഉടമ്പടിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതിനും എനിക്കിവിടെ സാക്ഷ്യം പറയുന്നതിനും മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജൂണി മേരി ജോബ്. ഇതെൻ്റെ മോള് മീവൽ മിഥുൻ. ഞങ്ങൾ മണപ്പുറം ഇടവക ലിറ്റിൽ ഫ്ലവർ മോണസ്ട്രി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 മാർച്ച് 6 ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലൂടെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു. ആദ്യമായി എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ജോലിയെക്കുറിച്ചാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ പല ഹോസ്പിറ്റലുകളിലായി ഒരുപാട് വർഷം, 10-14 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് ഈ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ജോലി സത്യം പറഞ്ഞാൽ വളരെ പാടായിരുന്നു. വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈ നൈറ്റ് ഡ്യൂട്ടിയുള്ള ജോലിയും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോലെ എനിക്ക് വളരെ പാടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് ഈ ഒരു ജോലി മാറ്റി നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ അത് തുടർന്നുകൊണ്ടിരുന്ന് പുതുക്കി വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു നഴ്സായ ഒരു മകള് ഇവിടെ ഒരു സാക്ഷ്യം കേൾക്കാനിടയാകുന്നത്. ആ മകളും ഇതേപോലെ നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തരണേന്ന്, എൻ്റെ അലച്ചിലുകൾ മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അടുത്തുള്ളൊരു സ്കൂളിൽ ആ കുട്ടിക്ക് ജോലി കിട്ടി എന്നുള്ള സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ എനിക്കത് വലിയ പ്രചോദനമായി. ഈശോയെ മാതാവെ, കുറച്ച് താമസിച്ചായാലും എനിക്കും അങ്ങനൊരു ജോലി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 8ാമത്തെ പുതുക്കലിൻ്റെ സമയമായപ്പോൾ മാതാവിനെ പ്രദർശനത്തിൽ എനിക്ക് കയ്യിൽ കിട്ടി. അപ്പോൾ ആ കിട്ടിയ നിമിഷം മുതൽ മാതാവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന സമയം വരെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ആ ജോലി, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തന്ന് അനുഗ്രഹിക്കണം, എൻ്റെ അലച്ചിലുകളൊന്ന് മാറ്റി തരണേ മാതാവേന്ന്. അപ്പോൾ അതിനോടുകൂടെ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൽ ഇതേപോലെ അപ്ലൈ ചെയ്തു. അവിടെ അങ്ങനെ ഒരു പോസ്റ്റൊന്നുമില്ല, എന്നാലും ഞാൻ അപ്ലൈ ചെയ്തു ഇങ്ങനെ. അപ്പോൾ ഈ മാതാവിനോട് 8ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചു. കൃത്യം 1 മാസത്തിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്ത സ്കൂളിൽ നിന്ന് എന്നെ തിരിച്ചു വിളിച്ചു. ഇങ്ങനൊരു ജോലി റെഡി ആയിട്ടുണ്ട്, പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു. ഒത്തിരി താമസിച്ചാണെങ്കിലും എനിക്ക് മാതാവ് അങ്ങനെ ഒരു നല്ലൊരു ജോലി എനിക്കായി കാത്തുവെച്ചു. എൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നേഴ്സാണ്. ആ ഒരു പോസ്റ്റിലേക്കാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ യോഗ്യതയില്ലാതിരുന്നിട്ടും ഒരു വലിയ പോസ്റ്റ് കൂടി മാതാവ് എനിക്കായി കാത്തുവെച്ചു, ഒരു PRO എന്ന പോസ്റ്റ്. ആ 2 പോസ്റ്റും എനിക്ക് മാതാവ് തന്നു. ഒരു നേഴ്സായി എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ്, പിന്നെ എനിക്കൊരു ക്യാബിൻ. അങ്ങനെ ഞാൻ വിചാരിക്കാത്തതിനേക്കാളും വലിയൊരു ജോലിയാണ് മാതാവ് എന്നെ തന്നിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നത്.
അതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് എൻ്റെ മോളെക്കുറിച്ചാണ്. അവൾക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു. അത് ശ്വാസമുട്ടൽ നേരത്തെ മുതലുള്ളതല്ല, ഈ ഒരു ഇടയ്ക്ക് വന്നതാണ്. ഒരു 1.5-2 വർഷത്തോളം 1.5 വർഷത്തോളം കുഞ്ഞിന് ശ്വാസം മുട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2-3 ഹോസ്പിറ്റലിൽ അത് കാണിച്ചു, ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ പറയുന്നത് കുട്ടിക്ക് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവളെപ്പോഴും ഈ ശ്വാസം ഇങ്ങനെ ദീർഘമായി വലിച്ചുകൊണ്ടിരിക്കും. അതൊരു ഹാബിറ്റായിട്ട്. അവൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നതിലും കാണുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് തരണം എന്ന്, അത് മാറ്റി തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി തൈല നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവളീ മുട്ടിൽ 2 കൈയും കുനിഞ്ഞു നിന്ന് ശ്വാസം എടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ആ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഈ അവസ്ഥ ഉണ്ടപ്പോൾ ഞാൻ ആ കൊച്ചിനെയും കൊണ്ട്, എനിക്ക് വേറെ ആരുമില്ല, എനിക്കിത് മാറ്റി തരണമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. ഞാൻ എന്നിട്ട് അച്ഛനെ കാണാൻ ടോക്കൺ എടുത്തു. അച്ഛനെ കണ്ടു, ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പം അച്ഛൻ ഇവിടെ ഇതുപോലെ കൊച്ചിനെ സൈത്ത് പുരട്ടി, സൈത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് കൊച്ചിൻ്റെ നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ പിന്നീട് ഇത് കുറഞ്ഞു വരുന്നു, ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നു. പിന്നെ അത് ക്രമേണ ആ ശ്വാസമുട്ടലങ്ങ് മാറി. ഇപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ശ്വാസമുട്ടലോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഇപ്പോൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. അത് പരിപൂർണമായ സൗഖ്യം ലഭിച്ചു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത്, എനിക്ക് ഒരു വീടില്ലായിരുന്നു. ഞങ്ങൾ വാടക വീട്ടിലാണ് 5 വർഷമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉടമ്പടിയിൽ നിയോഗം വെച്ച് എനിക്കൊരു സ്ഥലം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടിയുടെ മധ്യസ്ഥതയിൽ എനിക്ക് സ്ഥലം മേടിക്കാനുള്ള കൃപ മാതാവ് നേരത്തെ തന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് വീട് പണിയാൻ തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു വീട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊന്നും അറിയിക്കാതെ ഒരു 1.5 വർഷം കൊണ്ട് ഈ വീട് പണി പൂർത്തിയാക്കാൻ മാതാവ് വലിയ അനുഗ്രഹമാണ് തന്നത്. ഈ വീടിൻ്റെ, ഞങ്ങളുടെ വീടിൻ്റെ പെരവാസ്തുലിയാണ് ഈ വരുന്ന ജനുവരി 10-ാം തീയതി. അതിന് മാതാവിനെ ക്ഷണിക്കാനും പരിപൂർണമായി ആ വീട്ടിലേക്ക് മാതാവിനെ ക്ഷണിക്കുവാനും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുവാനുമായിട്ട് ഞാൻ ക്ഷണിക്കാൻ വന്നതാണ്. ആ വീട് സ്ഥലവും തന്ന മാതാവിന് വലിയ നന്ദി പറയുന്നു. തിരുക്കുമാരനും വലിയ നന്ദി പറയുന്നു. അതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കവിളിൽ ഇടതുവശത്തായിട്ടൊരു ചെറിയ തടിപ്പുണ്ടായിരുന്നു. അത് 1-2 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും, എനിക്ക് ഡോക്ടറെയൊക്കെ കാണാൻ ഭയങ്കര പേടിയായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലം പുറത്ത് കവിളിൻ്റെ പുറത്തും പുരട്ടും, ഉടമ്പടിയുടെ തേന് കവിളിൻ്റെ ഉള്ളിലും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ, അപ്പോൾ എനിക്ക് വിശ്വാസത്തോടെ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. അച്ഛൻ പറഞ്ഞ പോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു. ക്രമേണ ആ തടുപ്പിൻ്റെ വലിപ്പം കുറഞ്ഞു വന്നു. ഞാനൊരു ഡോക്ടറെയും കാണിച്ചില്ല. കുറഞ്ഞ് അത് പരിപൂർണമായിട്ടും ഇപ്പോൾ ഭേദപ്പെട്ടു. ഇപ്പോൾ അങ്ങനത്തെ ഒരു മുഴയോ ഒരു തടിപ്പോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ നിരവധിയായ വീട്ടിലെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും, ആർക്ക് തന്നെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടായാലും ഞാൻ ആദ്യം ആശ്രയിക്കുക ഈ ഉടമ്പടി വസ്തുക്കളിലാണ്. ഞാൻ എവിടെയൊക്കെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എനിക്കതിന് ഇന്ന് വരെ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അത് ഉറപ്പാണ്. കുറച്ച് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇച്ചിരി താമസിച്ചായാലും നമ്മളത് തൊട്ടുപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാതാവ് ഒരു ഉത്തരം തന്നിരിക്കും. അത് മാറിയിരിക്കും. ചെറുതും വലുതുമായ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എനിക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതൊരു പരിഹാരമായിട്ടുണ്ട്. നിത്യമായ ഒരു ആൻറ്റിബയോട്ടിക്കായി എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അറിയാവുന്നവർക്ക് ഞാനത് കൊടുക്കാറുണ്ട്. പിന്നെ വലിയ ആത്മീയ അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നിത്യമായി എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത്. എനിക്ക് വീടിൻ്റെ അടുത്താണ് ഞാൻ ഈ പറഞ്ഞ ജോലി കിട്ടിയിരിക്കുന്നത്. എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള ഒരു വലിയ അനുഗ്രഹം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ബൈബിള് നിത്യേന കൃത്യമായി ഞാൻ 1/2 മണിക്കൂർ ബൈബിള് വായിക്കും. അത് വായിച്ചില്ലെങ്കിൽ എനിക്കിപ്പോൾ അതൊരു ഹാബിറ്റായി തീർന്നത് കൊണ്ട് എനിക്ക് വായിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈശോയോട് എന്ത് കാര്യം ഉണ്ടായാലും ഈശോയോട് ഒരുമിച്ച് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഈശോയുടെ ഒരു പ്രസൻസ്, അമ്മ മാതാവിൻ്റെ പ്രസൻസ്, എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഈ ഉടമ്പടിയിലൂടെ ഈശോ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു പരിഹാരം ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം എല്ലാ മാസവും ഞാൻ കൃത്യമായി മുടങ്ങാതെ വാങ്ങിച്ചു കൊടുക്കും. മറ്റുള്ളവർക്ക് പറ്റാവുന്നവരോടൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ചെല്ലും. അവരോട് ഞാൻ പറയും. എനിക്ക് മടിയുണ്ടായിരുന്നു ആദ്യമൊക്കെ, പക്ഷെ എന്നാലും ഇപ്പോൾ അതൊരു ശീലമായിട്ടുണ്ട്. അപ്പോൾ അവർ തിരിച്ച് ചോദിക്കും, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കിട്ടിയത്? അപ്പോൾ എനിക്ക് കിട്ടിയത് പറയും. അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയാനായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ
പൈസ ആവശ്യമുള്ളവർക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഞാനത് കൊടുക്കും. പിന്നെ വൃദ്ധമന്ദിരത്തിലൊക്കെ പോയിട്ട് അവിടെ അമ്മച്ചിമാരുടെ അവിടെയുള്ള ചേച്ചിമാരുടെയൊക്കെ കൂടെ അവിടെയുള്ള അമ്മച്ചിമാർക്ക് കുളിപ്പിക്കുന്നതിനും അവരുടെ വസ്ത്രങ്ങൾ അലക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി കൊടുക്കുന്നതിനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെയാണ് എനിക്കുന്ന കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഒരുപാട് ഉന്നതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഉടമ്പടി ജീവിതത്തിൽ തുടരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുഞ്ഞുമകളെയും ഞാൻ ഈ ഉടമ്പടിയിലൂടെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ തന്നെ വളർത്താനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അമ്മ മാതാവിൻ്റെ കൈ പിടിച്ച് ഈശോയോടൊപ്പം ഈ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ യോഗ്യതയില്ലായിരുന്നിട്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവ് തിരഞ്ഞെടുത്തതിന് ഒരുപാട് തിരുക്കുമാരനും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ ഈ സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. താങ്ക് യു. 40-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല. ജൂണി മേരി എന്ന ഈ മകളുടെ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. അയോഗ്യതകളുണ്ടായിട്ടും ഈശോയുടെ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്. ജൂണി മേരിക്ക് പറയാനുള്ളത്, എൻ്റെ എല്ലാ അയോഗ്യതകളെയും ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട വലിയ ഒരു അത്ഭുതത്തെക്കുറിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ വിവരിക്കുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മകൾ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. ദൈവം ഇടപെടുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈശോയ്ക്കല്ലാതെ നമ്മെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ജൂണി മേരിയുടെ വലിയ സാക്ഷ്യം. ജൂണി മേരി പറയുകയായിരുന്നു, ഞാനൊരു നേഴ്സാണ്, പക്ഷേ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങളിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾ കൃത്യമായി സാക്ഷ്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സാക്ഷ്യം ഒരു മകൾക്ക് സ്കൂളിൽ ജോലി കിട്ടി, നേഴ്സായി ജോലി കിട്ടിയ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ തൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്നൊരു വലിയ പ്രത്യാശയോടെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ആ സാക്ഷ്യം കേട്ടതുപോലെ തന്നെ ഈ മകൾക്ക് ഒരു സ്കൂളിൽ നേഴ്സായി അപ്പോയിൻറ്റ് ചെയ്യുകയും അതോടുകൂടെ തന്നെ ഒരു വലിയ PRO എന്നൊരു പോസ്റ്റ് നൽകി ആ സ്കൂളിൽ മകളെ അനുഗ്രഹിക്കുകയും ചെയ്തു, ഉയർത്തുകയും ചെയ്ത എൻ്റെ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. 8ാമത്തെ പുതുക്കലിൽ ആണ് ഈ മകൾ ഈ സാക്ഷ്യത്തിന് ഈ സ്വപ്നത്തിന് സാക്ഷാത്കാരമുണ്ടായെന്ന് പറയുന്നെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുവാനും ഈശോയും പരിശുദ്ധ അമ്മയും കൈവിടാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ കൃപ മകൾ പറയുകയുണ്ടായി. ഞാൻ കൃത്യമായി ഈ ജോലി കിട്ടിയതു മുതൽ എനിക്ക് കൃത്യമായി എന്നും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനുള്ള വലിയ കൃപയാണ് നൽകിയിരിക്കുന്നത്. അത് ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അത് കൃപയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ അഭിഷേകം കൂടി മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞുമകളുടെ സൗഖ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ശ്വാസമുട്ടൽ എന്നൊരു വലിയ അസ്വസ്ഥതയിൽ നിന്ന് ഇവിടെ നിന്നുള്ള ലഭിച്ച എത്ര തന്നെ ചികിത്സ ചെയ്തിട്ടും ഭേദമാകാതിരുന്നപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളും തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് വലിയ സൗഖ്യമുണ്ടായി എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ നാം അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമുക്ക് സ്വിച്ചിട്ടതുപോലെ നമ്മുടെ അസ്വസ്ഥതകൾക്ക് ഉത്തരം ലഭിക്കും, നമുക്ക് സൗഖ്യമുണ്ടാകും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് അച്ഛൻ സ്പിരിച്വൽ ആസ്തി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊരു വലിയ അനുഗ്രഹം ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ മകൾക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ആ കൊച്ചിൻ്റെ ശ്വാസമുട്ടൽ എന്നൊരു വലിയ അസുഖം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ വളരെ കൃത്യമായി അത് സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വലിയ വീട്, ഒരു നല്ല വീടുണ്ടായിരിക്കുക എന്നുള്ളത്. വളരെ ചങ്ക് കീറിക്കൊണ്ടാണ് ഈ അമ്മ പറയുന്നത്, എൻ്റെ വീട് എന്നുള്ളൊരു വലിയ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്. അതെല്ലാം ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളായിരുന്നു. ഇവരുടെ കുടുംബത്തിൽ ഏതൊരു അസ്വസ്ഥതകളുണ്ടായി, മകൾക്ക് കവിളിലൊരു വലിയ ഒരു തടിപ്പുണ്ടായി, അതൊരു മുഴയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള തൈലം ഉപയോഗിച്ച് ഒരു നേഴ്സാണ്, എല്ലാ മെഡിക്കൽ ഫീൽഡും അറിയാവുന്ന ഈ മകൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമാണ് ആ മകൾക്ക് സൗഖ്യം ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം ഇടപെട്ട് തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുന്നതായി നാം കണ്ടനുഭവിക്കുകയും തൊട്ടറിയുകയും ചെയ്യുകയാണ്. ഈശോയെ സന്ദർശിച്ച ആട്ടിടയരെ പോലെ നമുക്കൊന്നും അറിയില്ല, ഈശോ ദൈവമാണ്, എനിക്ക് സൗഖ്യവും സമാധാനവും ഈശോ മാത്രം മതി എന്നൊരു വലിയ അവബോധത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി പൂർണ്ണമാകുന്നത്.
ജൂണി പറയുന്നത് തന്നെയാണ്, ഇനി എനിക്ക് ഉടമ്പടി എന്നൊരു പ്രാർത്ഥന രീതി മാത്രം മതി. ഈ ഉടമ്പടിയിൽ നമ്മുടെ എല്ലാ കത്തോലിക്ക നിയമങ്ങളും അതിലുണ്ട്. നാം പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ നിന്നോ ഒട്ടും അകലെയല്ല. ഈശോയും പരിശുദ്ധ അമ്മയും എല്ലാ വിശുദ്ധരും എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ വചനമനുസരിച്ചുള്ള ജീവിതവും എല്ലാം ഇതിന് ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ജൂണിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നല്ലൊരു കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.